2020 ലോകകപ്പിൽ ഇന്ത്യക്ക് രണ്ടാം കിരീടം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചു. 176 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 169 വീണു. അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി ഫൈനലിലെ താരം. പരമ്പരയുടെ താരമായി ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര 2020യിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിനു പിന്നാലെ കോഹ്ലിയുടെ പ്രഖ്യാപനം. ഈ കിരീടത്തിനാണ് കാത്തിരുന്നതെന്ന് രോഹിത് ശർമ്മ. കിരീടത്തോടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് രാഹുൽ ദ്രാവിഡ്. ലോകകപ്പ് ഉയർത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിരീട നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം. മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യ വിജയിച്ചതെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ. 140 करोड़ देशवासी आपके इस शानदार प्रदर्शन के लिए गर्व अनुभव कर रहे हैं. खेल के मैदान में आपने वर्ल्ड कप जीता. ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂർണമെന്റിൽ ഉടനീളം പുലർത്തിയ ആത്മവിശ്വാസവും മികവും വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചു. കായിക മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ വിജയം പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി. ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ കെ രമയുടെ മൊഴിയെടുത്ത ASIക്കും സ്ഥലം മാറ്റം. കൊളമല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. മൊഴിയെടുത്തത് പ്രതി ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്ത് H1N1 ഡെങ്കി കേസുകൾ ഉയരുന്നു. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 11,000-ന് മുകളിൽ. 10 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 1075 കേസുകൾ. കോഴിക്കോട് ഡെങ്കിപ്പനി മരണം. മരിച്ചത് കുറ്റ്യാടി നരിപ്പറ്റ സ്വദേശി VP സിജു. നാളെ മുതൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ചരിത്രമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിലാകും. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരം നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. ഭരണത്തിലെ പോരായ്മകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളീച്ചയുണ്ടായെന്നും ചർച്ച. മേയർ ആര്യ രാജേന്ദ്രനും രൂക്ഷ വിമർശനം. തിരുവനന്തപുരം നഗരഭരണം അടുത്ത തവണ നഷ്ടമാകുന്ന സ്ഥിതിയാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ. മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം. ഹരിപ്പാടും കായംകുളത്തും പാർട്ടി 3-ാം സ്ഥാനത്തെത്തിയതിന് കാരണം പാർട്ടിക്കകത്തെ വിഭാഗീയതയെന്നും തുറന്നു പറച്ചിൽ. സിം കാർഡ് പോർട്ട് ചെയ്യാൻ പുതിയ നിബന്ധനകൾ. ട്രായ് പരിഷ്കാരങ്ങൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. പോർട്ടിങ്ങിനായി ഇനി 7 ദിവസം കാത്തിരിക്കണം. പുതിയ ഭേദഗതികൾ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ലക്ഷദ്വീപിലും പരക്ക മഴയ്ക്ക് സാധ്യത. താരസംഘടന അമ്മയുടെ 30-ാം വാർഷിക പൊതുയോഗം ഇന്ന്.
താരസംഘടനയ്ക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറി. തിരഞ്ഞെടുപ്പ് ഇടവേള ബാബു ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ 506 അംഗങ്ങൾ. അധ്യക്ഷനായി 3-ാം വട്ടവും മോഹൻലാൽ തുടരും. വയനാട്ടിലെ നേന്ത്രവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കി കുഴിപ്പുള്ളി രോഗം. പ്രതിസന്ധിയിലായി ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ഇറക്കിയവർ. രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വർഷകാലത്ത് വാഴ മൂപ്പെത്തുന്നതോടെ. ആലപ്പുഴ പൈതൃക പദ്ധതി പാതി വഴിയിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് മ്യൂസിയങ്ങൾ എങ്ങും എത്തിയില്ല. സഞ്ചാരികളെ ആകർഷിക്കാനായി ആവിഷ്കരിച്ച ബീച്ച് നവീകരണവും കടൽപ്പാലം നിർമ്മാണവും പ്രതിസന്ധിയിൽ. യൂറോ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി പുറത്ത്. പ്രീ ക്വാർട്ടറിൽ ഇറ്റലിയെ ഞെട്ടിച്ച് സ്വിറ്റ്സർലൻഡ്. ജയം എതിരില്ലാത്ത 2 ഗോളിന് ഡെൻമാർക്കിനെ തോൽപ്പിച്ച് ജർമ്മനി ക്വാർട്ടറിൽ. യൂറോ കപ്പ് നോക്കൌട്ടിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇംഗ്ലണ്ട് ഇന്ന് സ്ലൊവാക്യയെ നേരിടും. മത്സരം രാത്രി 9:30. സ്പെയിനിന് ജോർജിയ എതിരാളികൾ. കോപ്പ അമേരിക്കയിലെ 3-ാം മത്സരത്തിൽ അർജന്റീന പെറുവിനെ നേരിടുന്നു. സൂപ്പർ താരം ലയണൽ മെസ്സി കളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടായി.